ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്തിന് കീഴിലും ഇംഹാൻസിലും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനയിൽ ഡ്രൈവർ കം ഹെൽപ്പർ, സേന അംഗം എന്നിവരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജനുവരി 22 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഡ്രൈവർ നിയമനത്തിന് 4 ചക്ര വാഹന ലൈസൻസ് ഉണ്ടാവുകയും എഴുത്തും വായനയും അറിഞ്ഞിരിക്കുകയും വേണം. സേനാ അംഗം നിയമനത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ അപേക്ഷ, ബയോഡാറ്റ, അംഗീകൃത തിരിച്ചറിയൽ രേഖ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, അസൽ രേഖകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഇംഹാൻസ് ടെലിമനസ് പ്രോജക്റ്റിലേക്ക് 1 വർഷത്തേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നതിന് ജനുവരി 20 രാവിലെ 10 മണിക്ക് അഭിമുഖം നടക്കുന്നുണ്ട്. യോഗ്യത ഡിഗ്രി, PGDC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ ചൊക്ലി, ആലക്കോട് പഞ്ചായത്തുകളിൽ SC പ്രൊമോട്ടറെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. പട്ടികജാതിയിൽപ്പെട്ട +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള 40 വയസ്സ് അധികരിക്കാത്തവർക്ക് പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ്, SLC, +2 റെസിഡൻസ് നേറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും കോപ്പികളും സഹിതം കണ്ണൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ജനുവരി 19 രാവിലെ 10:30 ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ സ്വീപ്പർ വിഭാഗത്തിൽ ഒഴിവിലേക്ക് 59 ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നുണ്ട്. മുൻപരിചയമുള്ളവർ അസൽ തിരിച്ചറിയൽ രേഖ, ആധാർ അല്ലെങ്കിൽ വോട്ടർ ID, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജനുവരി 20 രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പിലുള്ള കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മിനി ജോബ് ഫെയർ ജനുവരി 20 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. മധ്യപ്രദേശ് അധിഷ്ഠിതമായ ഡിഫൻസ് കരിയർ അക്കാദമി സ്കൂളിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, റിസപ്ഷനിസ്റ്റ്, PRT ടീച്ചർ, ഫുട്ബോൾ അല്ലെങ്കിൽ വോളിബോൾ കോച്ച്, കണ്ണൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, കാഷ്യർ, സൂപ്പർവൈസർ, ഓഫീസ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ്, ഡ്രൈവർ, ക്ലീനേഴ്സ്, ഹെൽപ്പർ, മാനേജ്മെന്റ് ട്രെയിനി, ഗ്രാഫിക് ഡിസൈനർ, വെബ് ഡിസൈനർ, ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, മൾട്ടിമീഡിയ പ്രൊഫഷണൽ, ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ, ഓട്ടോമൊബൈൽ ട്രെയിനർ തസ്തികകളിലാണ് നിയമനം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 300 രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സ്ലിപ്പ് ഉപയോഗിച്ച് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ജില്ലാ എയ്ഡ്സ് കൺട്രോൾ യൂണിറ്റിന് കീഴിൽ ഡാറ്റ മോണിറ്ററിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫീസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. പബ്ലിക് ഹെൽത്ത്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, സോഷ്യൽ സയൻസ്, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുള്ള ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് 2026 ജനുവരി 24 45 വയസ്സ് കവിയാൻ പാടില്ല. താല്പര്യമുള്ളവർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമും യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജനുവരി 24 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ പട്ടയ മിഷനുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ സർവേ ജോലികൾക്കായി സർവേയർ, ചെയിൻമാൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. മേഖലയിൽ പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 5 സർവേയർമാർ, 10 ചെയിൻമാൻമാർ, 1 ഡാറ്റ എൻട്രി ഓഫീസർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. വിരമിച്ച സർവേ ജീവനക്കാർക്കും മുൻപരിചയമുള്ള സർവേയർമാർ, ചെയിൻമാൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ ജനുവരി 21 രാവിലെ 10 മണിക്ക് മുൻപ് കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നേരിട്ട് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.